പേർഷ്യൻ പോരാട്ടവീര്യം ഒരിക്കൽ കൂടി ലോകത്തിനു മുന്നിൽ പ്രകടമാവുകയാണ്. 2024 ഇസ്രായേൽ ഏൽപ്പിച്ച കനത്ത ആക്രമണത്തിന്റെ മുറിവുണക്കി ശരവേഗത്തിലാണ് ഇറാന്റെ തിരിച്ചുവരവ്. അതും വെറും 6 മാസം മാത്രം സമയമെടുത്തു. ഇറാന്റെ ഈ വളർച്ച ലോകവൻശക്തികളെ പോലും അമ്പരപ്പിക്കുന്നതാണ്. പശ്ചിമേഷ്യയിലെ പ്രധാന സൈനിക ശക്തിയായ ഇറാൻ ഇന്ന് അത്ഭുതകരമായ വേഗത്തിൽ സൈനികമായി ഉയർത്തെഴുന്നേൽക്കുകയാണ്. തകർന്നുവെന്ന് കരുതിയ പ്രതിരോധ ശക്തിയെ അതിവേഗത്തിൽ പുനഃസ്ഥാപിച്ചു. ഇസ്രായേലിന്റെയും സഖ്യകക്ഷികളുടെയും ഭീഷണികളെ ഒരിക്കലും വകവെച്ചില്ല. പകരം നിശ്ചയദാർഢ്യത്തോടെ രാജ്യത്തെ പുനരുജ്ജീവിപ്പിക്കാൻ ഖമനേയി അടക്കം മുന്നിട്ടിറങ്ങി. മാത്രമല്ല, ഇറാന്റെ മിസൈൽ പദ്ധതി തകർന്നിട്ടില്ലെന്ന് ഇസ്രായേൽ തന്നെ സമ്മതിക്കുന്നുണ്ട്. ഇത് കേവലം സൈനിക ശേഷിയുടെ തിരിച്ചുവരവല്ല, മറിച്ച് ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും നിരന്തരമായ ഭീഷണികൾക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ വിജയം കൂടിയാണ്. അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾക്കും സാമ്പത്തിക ഉപരോധങ്ങൾക്കുമിടയിലും തങ്ങളുടെ സ്വന്തം ആദർശങ്ങളിൽ അടിയുറച്ചു നിൽക്കാൻ ഇറാൻ കാണിക്കുന്നത് അസാധാരണമായ ധീരതയാണ്. ഇതെല്ലാം ലോകത്തിന്റെ ഏറ്റവും വലിയ മുതലാളിത്ത ശക്തിക്ക് പോലും ഒരു ചെറു രാജ്യത്തിന്റെ നിശ്ചയദാർഢ്യത്തെ തകർക്കാൻ കഴിയില്ലെന്ന് ഉറക്കെ വിളിച്ചു പറയുകയാണ് ഇന്നിപ്പോൾ ഇറാന്റെ ഉയർത്തെഴുന്നേൽപ്പിലൂടെ. ജൂണിലായിരുന്നു ഇസ്രായേലുമായി കടുത്ത സൈനിക സംഘർഷം ഉടലെടുത്തത്. 12 ദിവസം നീണ്ടുനിന്ന സംഘർഷത്തിൽ ബാലിസ്റ്റിക് മിസൈൽ ഉൽപാദനശാലകൾക്കും അസംബ്ലി കേന്ദ്രങ്ങൾക്കും നേരെ ഇസ്രായേൽ ആക്രമണം നടത്തി. എന്നാൽ ഇസ്രായേലിന്റെ ഈ കടന്നാക്രമണത്തിന് ശേഷം നിമിഷങ്ങൾക്കകം ഇറാൻ ശക്തമായി തിരിച്ചടിച്ചു. ഇത് ഇസ്രായേലിനെ മാത്രമല്ല, അമേരിക്കൻ താൽപ്പര്യങ്ങൾക്കും കനത്ത പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ച കാഴ്ചയാണ് പിന്നീട് ലോകം കണ്ടത്. ഇറാന്റെ സാങ്കേതിക കേന്ദ്രങ്ങളെല്ലാം തകർത്തുവെന്ന് ഇസ്രായേലും അമേരിക്കയും പിന്നീട് വിധിയെഴുതി. അവിടെയാണ് ഇറാൻ പുതുചരിത്രം സൃഷ്ടിച്ചത്. റഷ്യയുടെ കൂടി സഹായത്തോടെയാണ് ഇറാൻ അതിവേഗം മുന്നേറിയത്. നിലവിൽ സൈനികമായി സമ്പൂർണ്ണ സജ്ജരാണെന്ന് മാത്രമല്ല, ഏത് നിമിഷവും ഏത് ആക്രമണങ്ങളെയും തടുക്കാനും വേണ്ടി വന്നാൽ ആക്രമിക്കാനും തയ്യാറാണ് ഇറാൻ സൈന്യം. ഈ മുന്നറിയിപ്പ് മൊസാദും CIA-യും അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഇതിനകം തന്നെ നൽകിയിട്ടുമുണ്ട്. അതിനിടെ ഇറാഖിലും സിറിയയിലും പ്രവർത്തിക്കുന്ന ഇറാൻ പിന്തുണയുള്ള ഷിയ മിലീഷ്യകൾ അമേരിക്കൻ ബേസുകൾക്കെതിരെ നടത്തിയ ഡ്രോൺ റോക്കറ്റ് ആക്രമണങ്ങൾക്ക് പിന്നിലും ഇറാന്റെ ഇടപെടൽ ഉണ്ടെന്നാണ് അമേരിക്ക പറയുന്നത്. ഈ നീക്കങ്ങൾ കഴിഞ്ഞ 6 മാസമായി മേഖലയിലെ അവസ്ഥ കൂടുതൽ വഷളാക്കി. നിലവിൽ ഇറാൻ ആക്രമണശേഷി ഇരട്ടിയാക്കുകയും മുൻപില്ലാത്ത വിധം പരസ്യമായി പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നതിന് പിന്നിൽ അവരുടെ വർദ്ധിച്ചു വരുന്ന ആത്മവിശ്വാസമാണ് പ്രകടമാകുന്നത്. ഇതിന്റെ ഭാഗമായി ഹോർമുസ് കടലിടുക്കിന് സമീപമുള്ള പ്രദേശങ്ങളിൽ ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണങ്ങൾ, കടൽ തീരത്ത് നിന്ന് വിക്ഷേപിച്ച ക്രൂയിസ് മിസൈലുകൾ, ലോയ്റ്ററിംഗ് മ്യൂണീഷൻ ഡ്രോണുകൾ, അമേരിക്കൻ നിരീക്ഷണ വിമാനങ്ങളെ പിന്തുടർന്ന് നടത്തിയ സിമുലേഷൻ അഭ്യാസങ്ങൾ എന്നിവയെല്ലാം ഈ മേഖലയിൽ പതിവല്ലാത്ത രീതിയിൽ ഇറാൻ നടത്തുന്ന ഇടപെടലുകൾക്ക് തെളിവാണ്. സമ്പൂർണ്ണ ഗൾഫ് മേഖലയെയും അമേരിക്കൻ 5th ഫ്ലീറ്റിന്റെ പ്രവർത്തനങ്ങളെയും ലക്ഷ്യമിട്ടുള്ള ഒരു സൈനിക സിഗ്നലാണിതെന്നാണ് വിദഗ്ധരുടെ മുന്നറിയിപ്പ്. ഇസ്രായേലിന്റെ കടന്നാക്രമണം ഒരുപക്ഷെ ഇറാനെ കൂടുതൽ റഷ്യയോട് അടുപ്പിച്ചു എന്ന് പറയാം. ഈ നീക്കം റഷ്യയിൽ നിന്നും കൂടുതൽ മാരകായുധങ്ങൾ കൊണ്ടുവരാനും ഇറാനെ സഹായിച്ചു. ഇതിനെല്ലാം പിന്നിൽ വ്യക്തമായ ലക്ഷ്യങ്ങളുമുണ്ട്.
പശ്ചിമേഷ്യയിലെ സുരക്ഷാ കാര്യങ്ങൾ തീരുമാനിക്കാൻ ഇറാന് കൃത്യവും ശക്തവുമായ കാഴ്ചപ്പാടുമുണ്ട്. തങ്ങളുടെ ദേശീയ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനും ഏതൊരു ഭീഷണിയെ നേരിടാനുമുള്ള സൈനിക ശേഷി തങ്ങൾക്കുണ്ട് എന്ന് ഇറാൻ പരസ്യമായി പ്രഖ്യാപിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്.